മാർച്ച് 31 മാധവിക്കുട്ടി ജന്മദിനം. കമലാദാസ്, മാധവിക്കുട്ടി, കമലാ സുരയ്യ, ആമി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ട അവിസ്മരണീയങ്ങളായ കവിതകളും കഥകളും സ്മരണകളും എഴുതി സ്വയം അവിസ്മരണീയ കഥയായി മാറിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി 1932 മാർച്ച് 31 തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്ത് നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. സുപ്രസിദ്ധ സാഹിത്യകാരൻ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ അനന്തരവളും കവിയുമായിരുന്ന ബാലാമണി അമ്മയുടെ മകളാണ് മാധവിക്കുട്ടി. കമല എന്നാണ് യഥാർത്ഥ പേര്. 10 വയസ്സുവരെ പഠിച്ചതും വളർന്നതും ബംഗാളിൽ. ബംഗാളി ഭാഷയിലെ ഞാൻ എന്ന അർത്ഥമായ ആമി എന്ന ചെല്ലപ്പേരും കമലയ്ക്കുണ്ടായി. 1949 17-ാം വയസ്സിൽ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന മാധവദാസിനെ വിവാഹം കഴിച്ചപ്പോൾ കമല ദാസ് ആയി. 1999 ഇസ്ലാം മതം സ്വീകരിച്ച് കമലാ സുരയ്യ എന്ന പേര് സ്വീകരിച്ചു. കമല എന്ന പേരിൽ 10-ാം വയസ്സിൽ കഥകൾ എഴുതി തുടങ്ങി. പിന്നീട് മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിൽ മലയാളത്തിൽ കഥകളും കവിതകളും എഴുതി. ഒപ്പം കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷിലും കവിതകൾ എഴുതി. മതിലുകൾ, നരിച്ചീറുകൾ, പക്ഷിയുടെ മണം, ചന്ദനമരങ്ങൾ, നീർമാതളം പൂത്തകാലം, എൻ്റെ കഥ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ധാരാളം ഇംഗ്ലീഷ് കവിതകളും പ്രസിദ്ധീകരിച്ചു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടതും ഒപ്പം വിവാദങ്ങൾ സൃഷ്ടിച്ചതുമായ നോവൽ സമാനമായ ആത്മകഥയാണ് എൻ്റെ കഥ. വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയ മാധവിക്കുട്ടിയെ 1984 നോബൽ പ്രൈസിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയുണ്ടായി. 2009 മെയ് 31 അവർ അന്തരിച്ചു. മാധവിക്കുട്ടിയുടെ ജീവിതകഥ ആസ്പദമാക്കി 2018 കമൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആമി എന്ന മലയാള സിനിമ ഏറെ ശ്രദ്ധേയമായി. CN ശ്രീകണ്ഠൻ നായർ ജന്മദിനം. കാഞ്ചനസീത, സാകേതം, ലങ്കാലക്ഷ്മി എന്നീ രാമായണ നാടകത്രയത്തിലൂടെ ആധുനിക മലയാള നാടകവേദിയിൽ പുതിയ ദൃശ്യാനുഭവങ്ങൾ കാഴ്ചവെച്ച നാടകകൃത്തും ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമായ CN ശ്രീകണ്ഠൻ നായർ 1928 മാർച്ച് 31 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. BA ബിരുദം നേടി പത്രാധിപരായി പ്രവർത്തിച്ച അദ്ദേഹം 1950കളുടെ തുടക്കത്തിൽ പിറവിയെടുത്ത കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി. പിന്നീട് അത് RSP എന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയായി പരിണമിച്ചപ്പോൾ അതിലും സജീവമായി. 1957 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല. പിന്നീടാണ് സജീവമായി നാടകത്തിലേക്ക് തിരിയുന്നത്. മലയാള നാടക സാഹിത്യ ലോകത്ത് ചിരസ്മരണീയങ്ങളായ കാഞ്ചനസീത, സാങ്കേതം, ലങ്കാലക്ഷ്മി എന്നീ നാടകങ്ങൾ കൂടാതെ നഷ്ടക്കച്ചവടം, മാന്യതയുടെ മറ, ഏട്ടിലെ പശു തുടങ്ങിയ നാടകങ്ങളും തിളങ്ങുന്ന മണ്ണ്, സിന്ദൂരപ്പൊട്ട്, പിച്ചിപ്പൂ തുടങ്ങിയ കഥാസമാഹാരങ്ങളും എഴുതി. 1976 ഡിസംബർ 17 അദ്ദേഹം അന്തരിച്ചു.